ചോര വന്നു കേസ് തട്ടുണ്ടോ അമ്മ എനിക്ക് പേടിയാവിടെ ഞാൻ മുറിയാവോ ചെറിയ അസ്സലാമലൈക്കും. ആദ്യം നമുക്ക് മൈക്ക് വിറ്റിയാലേ. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത്തവണ ശരിയാക്കട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കണ്ടന്റ് ഒന്നുമില്ല, ഏതായാലും താടി പഠിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഓളെ കൊണ്ട് താടി പഠിപ്പിക്കാന്നുള്ളൊരു പ്ലാനാണ്. എന്താവുമെന്ന് വെച്ചറിയില്ല, ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. ഓള് അതായത് ഫേസിലിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഓളാണ് പഠിക്കണത്. അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ ഞാൻ ഫേസ് വാഷ് വെച്ചിട്ട് പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മുറിവായാലേ ചോറാണ്. ഒന്നാമത് ഈ ഗെല്ലിട്ടിട്ട് ബ്ലേഡ് ആകുമ്പോൾ പിന്നെ സീനില്ല, മുറിവാവൂല. എന്തായാലും നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ അവിടെ നിന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വേറെ സ്റ്റാൻഡാണുള്ളത്. അപ്പോൾ നമ്മൾ വേറെ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഫിംഗർ വെക്കാണ് കരുതി, പിന്നെ മൊത്തത്തിൽ അടിക്കാൻ കരുതി. ഒന്നാമത് അവൾക്ക് വെക്കൂല. നമ്മൾ ബ്ലേഡ് മാറ്റി കൊടുക്കണം. പുതിയ നാട്ടിൽ നിന്ന് കൊടുന്നാട്ടോ അതൊക്കെ. എന്താവോ ഞാൻ കട്ട് ചെയ്ത് തരണോ? ഇവിടേക്ക് ഏറ്റവും പഠിച്ചോ, ഇവിടെ നിന്ന് പഠിച്ചാൽ കേട്ടോ. നേരെ കട്ടിങ് ഞാൻ ചെയ്യുന്നുണ്ട്. അള്ളാക്കറിയാം മുറിയാവോ. മുറിയാവോ അറിയില്ല. എന്നാ റബ്ബേ കഴിച്ചിലാക്കണേ റബ്ബേ. മോത്താണ് കാട്ടണത്. എങ്ങനെ കാട്ടണ തട്ടുണ്ടോ അമ്മ എനിക്ക് പേടിയാവിടെ. പോരുന്നുണ്ടോ? പോരുന്നുണ്ട്. അതിലിങ്ങനെ മുക്കിക്കളാട്ടോ. അള്ളാഹു ആയില്ല, അതിന് മുക്കിക്കാം. കേസ് ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കണം. ഇതാണ് അവസ്ഥ. എന്താണ് നമുക്കറിയില്ല. എന്തേ കൊളയിക്കണോ? അല്ലാ തോരൊന്നും പോരുന്നില്ല. ഉണ്ട് പിന്നെ ഗെല്ലിറ്റിന്റെ ഇതായോണ്ട് നമുക്ക് പേടിയില്ല. കാരണം മുറിവ് അങ്ങനെ ആവൂല. എനിക്ക് പേടിയാവുക. ഞാനൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനോ എടുക്കും. എന്നാൽ രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ടോ. എന്താ അവസ്ഥ എനിക്ക് ഒന്നും അറിയുന്നില്ല. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും. ഇതൊക്കെ എടുക്കോ? വേദനിക്കുണ്ടോ? തട്ടുണ്ടോ? വർഷം കാക്കിങ്ങള് മുടി നോക്കിയാണെന്നൊന്നും അറിയില്ല. മുടിയൊക്കെ ആ കൊളായിങ്ങണ്ട്. അതാണ് തൊപ്പിട്ടിരിക്കണത്. തൊപ്പിന്റെ കഥ ഇനിയിപ്പോ ഇത് മതി, കുഴപ്പമില്ല. അത് മതി, ഇനി വേണ്ട. മതി. ശരിക്കും തല പൊന്തിക്കും മോനെ. ഇനി ആകാശം നോക്കിയിരിക്കൂ. അടിയിൽ അങ്ങനെ പെട്ടെന്ന് പഠിച്ചാ മതി. ആകാശം നോക്കിയിരിക്കും. മാംസോട്ടിയോ മിക്കവാറും അതൊക്കെ ഇഞ്ചല്ലേ അത് കൊണ്ടുവരാത്തെ. അത് നമുക്ക് കുറച്ചായിട്ട് കൊണ്ടുവരാം. അത് നല്ല നൈറ്റ് ഇട്ടതല്ലേ? പോരുന്നുണ്ടോ? എന്താണ് നിങ്ങൾ പറയേ? ഇത് കണ്ടിട്ട് എന്താ അവസ്ഥ? സെറ്റാണോ? അടിപൊളിയാണ്. നോക്കാത്ത പെണ്ണുങ്ങൾ വരെ നോക്കി പോകും. ഇത് കണ്ട് ക്യൂ നിൽക്കും ആൾക്കാര്. സത്യം, ഞാൻ പ്രോയാണടാ. കാക്കൊന്ന് പൊന്തിക്ക്. എന്തായാലും
കൊറേ ആൾക്കാർ ലൈവിൽ പറഞ്ഞു താടി അടിക്കും താടി അടിക്കും താടി അടിക്കും. ആ എവിടെയാ മുറി അയക്കും കേട്ടോ. ആയോ ഇവിടെ ചോരനുണ്ടോ? എനിക്ക് പേടി നിങ്ങൾ ചെയ്തോ അയക്കണോ? ചെറിയ ഇവിടെ ഒരു മുറി അയക്കണം തോന്നുന്നു. എനിക്ക് തോന്നലായി അയക്കണല്ലേ. നമുക്ക് മീശ ഞാൻ എടുക്കണം എന്തായാലും. എന്നാ ഞാൻ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഒന്നും കാട്ടണ്ട. വെള്ളം കൊണ്ട് വേഗം കൂട്ടും. അവിടെ ഒരു കുരുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയാണ് കണ്ണാടി നോക്കാതെ പഠിക്കുക. താടി ഞാൻ എടുക്കണം എടുത്തോ. ഇവിടുത്തെ എടുത്തക്കണോ? ഉണ്ടോ? ഓ എവിടേക്കോ മുറിയാക്കിക്കണ. എന്താ അവസ്ഥ? കഴിഞ്ഞോ? ഒട്ടി കഴിഞ്ഞോ മൊത്തത്തില്? കഴിഞ്ഞോ? ഈ സൈഡ് ഇവിടെ കൊറേ ഉണ്ട്. സൗണ്ട് സമയത്ത് ദിലീപിന് ഹാഫ് എന്തൊക്കെയല്ലേ മീശയൊക്കെ അതേപോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കണേ. ഇവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ചില്ല. പ്രോപ്പറായിട്ടില്ല കട്ട് ചെയ്തിരിക്കണേ. എന്തായാലും ഒന്ന് നോക്കാം. ഞാൻ പ്രോ ആണ്. ബട്ടോ എങ്കിലും ഞാൻ പ്രോ ആണ്. പ്രോ മാക്സ്. ചോരേ കൊറേ ചോരുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊക്കെ ചോരകൾ വരുന്നുണ്ട് ഇച്ചു തോന്നിക്കണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ചോര വന്നു കേസ്. കാണുമ്പോ ചെലപ്പോ എന്റെ കുട്ടിന്റെ മേന്ന് മുറിയാക്കി. ഇതൊക്കെ പോന്നിക്കണ്. എനിക്ക് പേടിയാവുണ്ട്. ഞാനേ ഒന്ന് മോറ് കേക്കട്ടെ കേട്ടോ. എന്നിട്ട് എന്താ അവസ്ഥ നോക്കാം. നോർമലി ഇങ്ങനെ മുറിയൊന്നും ആവലില്ല. കുരുണ്ടെങ്കിലും ആവലൊന്നുമില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൊപ്പിയൊക്കെ ഇട്ട് തരിക. രസമുണ്ടോ? കൊച്ചുങ്ങൾ പറഞ്ഞല്ലേ. ആ ഓ തട്ടണല്ല. അവ അടിച്ചോ? എവിടേക്കല്ലേ? ഞാൻ കജ്ജി പിടിച്ചോ. കജ്ജി പിടിച്ചോ. അവിടെ ഒന്നും ഇല്ല. പിന്നെ ഒന്നാമത് എന്താ അറിയോ, ഈ ശരീരം എന്ന് പറയുന്നത് ഇന്റെ പോലെയല്ല. എവിടെയെങ്കിലും ഒന്ന് ഉള്ളിൽ അവിടെ ആവും റെഡ്. അങ്ങനത്തെ ശരീരമാണ്. അപ്പൊ പെട്ടെന്ന് ചോക്കും. അപ്പൊ എനിക്കത് മുറി ആവാണോ എന്നൊരു പേടി. കുറച്ചീച്ച് പറയാം. നിങ്ങൾ ഞാൻ മിററിലാക്കി നമ്മൾ സെറ്റ് ആക്കാം എന്തായാലും. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് അറിയുന്ന ഇതാണ്, വേറൊന്നുമല്ല. കൊറേയൊക്കെ പോന്നിക്കണ്. അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതാണ് എന്റെ കോലം, ഇന്നത്തെ കോലം. ഇപ്പൊ ഇൻഷാല്ലാ ചിലപ്പോ ലൈവ് ഇടണമെന്നുണ്ട്. നോക്കട്ടെ. നമ്മളിന്ന് ഫേസ് വാഷ് ചെയ്യിപ്പിക്കോളൊക്കെ ഓക്കെ. സ്ക്രബ് ചെയ്യിപ്പിക്കാനാ ഞാൻ ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. മൂക്കിൻ്റെ ഉള്ളൊക്കെ പോയി വരല്ലേ വേണ്ട. എന്തായാലും ഓൾക്ക് അത്ര അർപ്പ് വേറെ ഏതുമില്ല മൂക്കൊക്കെ. ഒരു കൈ ഇങ്ങനാണ് പോണേ. അത്ര മാധ്യമ കുഞ്ഞ്
വല്ലാതെ അല്ലെങ്കിൽ നീട്ടണില്ല, കണ്ണും മൂക്കും. ഒക്കെ പോവും. ഈ എല്ലാ വൈഫുമാരും ഹസ്ബൻഡിന് എങ്ങനെ ചെയ്യും എനിക്കറിയില്ല ഗേൾ. ഞാനൊക്കെ ശരിയാണോ? പരാതി പറയും. ഓൾക്കറിയില്ല ഒന്നാമത് എല്ലാരും ഇപ്പൊ മറ്റേതൊക്കെ ചെയ്ത, അതായത് വ്ളോഗിലൊക്കെ അവരെ ഹസ്ബൻഡ് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ അറിയും. ഇവർക്ക് അത് അറിയില്ല, കാരണം ഓള് യൂസ് ആക്കലില്ല, അതുകൊണ്ട് ഒന്നാമത്. എന്തായാലും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഒന്നുകൂടി വരാം. എന്താണാവല്ലേ. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ഇനി ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുകയാണ്. ഹായ്, കുഞ്ഞു വ്ളോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മളിതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നു, ഇനിയും വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ. പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ ബൈ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. താടിന്റെ അടിയൊക്കെ കാണിച്ചെടുക്കി, മുറിയായ ഭാഗം. ഇവിടെ ഒരു മുറിയുണ്ട്, വേറെ എവിടെയൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു മുറികളുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഏതായാലും ബാർബർ ഷോപ്പിൽ പോവാതെ താടി പഠിപ്പിച്ചതിന് താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും എന്താ പറയാ, Again. അഗൈൻ അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ബൈ.